ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ ഫ്രാക്ഷൻസ് ഓഫ് ടൈം നോക്കാം. സമയം നോക്കാൻ പഠിച്ചാലോ? ഓക്കെ. അപ്പോൾ ഈ പടം നോക്കിക്കേ. ഇവിടെ സമയം എത്രയായി? എല്ലാവരും ഒന്ന് പറഞ്ഞേ. 1:30. ഓക്കെ, 1:30 ആയല്ലേ? ഓക്കെ, അതായത് ഈ ചെറിയ സൂചി 2ലേക്ക് എത്തിയിട്ടുണ്ടോ? ഇല്ല, 1നും 2നും ഇടയിലാണ് നിൽക്കുന്നത്. 2ലേക്ക് വന്നിട്ടില്ല. അപ്പോൾ എന്താ പറയണ്ടേ? 1 ഇവിടെ. 6 എന്ന് പറയുന്നത് എന്താണ്? ഇത് 5, 10, 15, 20, 25, 30. അതായത് 1:30 ആണ് സമയം. ഓക്കെ ആണോ? ഇനി അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് പറഞ്ഞേ. സമയം എത്രയായി? ചെറിയ സൂചി എവിടെയാണ് നിൽക്കുന്നേ? 5-ലല്ലേ? അപ്പോൾ 5. വലിയ സൂചി എവിടെയാ? 3-ൽ. അപ്പോൾ എന്താ പറയുക? 5, 5, 10, 15. അതായത് 5:15. ഇനി ഇതെല്ലാവരും ഒന്ന് പറഞ്ഞ്. ചെറിയ സൂചി എവിടെയാണ് നിൽക്കുന്നേ? 4-ലാണോ? 4-ലേക്ക് എത്തിയിട്ടില്ലല്ലോ. അപ്പോൾ 3. വലിയ സൂചിയോ? 9-ൽ. 9 എന്ന് പറയുമ്പോൾ 5, 10, 15, 20, 25, 30, 35, 40, 45. 3:45 ആണ് എന്ത്? സമയം. എല്ലാവരും ഓക്കെ ആണോ? ഇനി നമ്മുടെ 1:30ക്ക് ഒരു നമ്മളെങ്ങനെയാണ് പറയുന്നതെന്നറിയോ? 1:30ക്ക് നമ്മൾ 1/2 എന്ന് പറയും. ഓക്കെ, അതായത് ഹാഫ് പാസ്റ്റ്. ഓക്കെ, ഈ അരയ്ക്ക് നമ്മൾ പറയുന്നത് എന്താണ്? ഹാഫ് പാസ്റ്റ്. 1 അപ്പോൾ 1/2. ഇനിയിപ്പോൾ ഈ 1ന് പകരം ഇവിടെ 3-ലാണ് നിൽക്കുന്നതെങ്കിലോ നിങ്ങൾ എന്ത് പറയും? 3-ലാണ് നിൽക്കുന്നതെങ്കിലോ? 1/2 ഓക്കെ. ഇനിയിപ്പോൾ ചെറിയ സൂചി 12-ലാണ് നിൽക്കുന്നതെങ്കിലോ? 1/2 ഇനി 9-ലാണ് നിൽക്കുന്നതെങ്കിൽ എന്ത് പറയും? 1/2 ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം കേട്ടോ. എല്ലാവരും പറയണേ. ഈ ചെറിയ സൂചി ഇവിടെ നിൽക്കുവാണേ 4-നും 5-നും ഇടയിൽ എന്ത് പറയും? 1/2 ഓക്കെ. അപ്പോൾ ഈ വലിയ സൂചി എന്താണ്? 6ൻ്റെ നേരെയാണെങ്കിൽ എന്ത് പറയണം? 1/2. ഓക്കെ ആണോ? ഇനി നമ്മുടെ വലിയ സൂചി 3ക്ക് നേരെയാണെങ്കിൽ നമ്മൾ എന്ത് പറയണം? 1/4. ചെറിയ സൂചി എവിടെയാണ് നിൽക്കുന്നത്? 5-ൽ. 1/4. ഇനി ചെറിയ സൂചി 9-ലാണ് നിൽക്കുന്നതെങ്കിൽ എന്ത് പറയും? 1/4. ഓക്കെ ആണോ? ഇനി ചെറിയ സൂചി ഇപ്പോൾ 11-ലാണ് നിൽക്കുന്നത് എങ്കിൽ എന്ത് പറയും? 1/4. ഓക്കെ, അപ്പോൾ വലിയ സൂചി 3-ലാണെങ്കിൽ 1/4. എല്ലാവരും പറഞ്ഞേ. വലിയ സൂചി 3-ലാണെങ്കിൽ എങ്ങനെയാണ് സമയം പറയണ്ടേ? 1/4 എന്ന് പറയണം. ഇനി വലിയ സൂചി 6-ലാണെങ്കിലോ? 1/2. ഓക്കെ ആണോ? ഓക്കെ. ഇനി ഒരെണ്ണം കൂടിയുണ്ട്. നമ്മുടെ വലിയ സൂചി 9ൻ്റെ നേരെയാണെങ്കിൽ നമ്മൾ പറയുന്നത് എങ്ങനെയാണെന്നോ? അതായത് 3/4 past 3. ഓക്കെ ആണോ? എല്ലാവരും ഒന്ന് പറഞ്ഞേ. 3/4 past 3. അല്ലെങ്കിൽ നമുക്ക് ഇതിന് എങ്ങനെ പറയാമെന്നോ? or a quarter to. എങ്ങടേക്ക് സമയം ഇനി പോകാൻ പോകുന്നേ? 4 മണിക്കല്ലേ? അപ്പോൾ 3:45. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് 2 രീതിയിൽ പറയാനായിട്ട് പറ്റും. ഒന്ന് എങ്ങനെയാണ് പറയുന്നത്? വലിയ സൂചി 9ൻ്റെ നേരെയാണെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു? 3/4 past 4. അല്ലെങ്കിൽ ഈ 3 ഇല്ലാണ്ട് പറയുവാണെങ്കിൽ 1/4 എങ്ങടേക്കാണ് സമയം ഇനി പോകുന്നത്? 4 മണിയിലേക്കല്ലേ പോകുന്നത്? അപ്പോൾ 3:45.
എല്ലാവരും പഠിച്ചോ? അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഹാഫ് പാസ്റ്റ്, ക്വാർട്ടർ പാസ്റ്റ്, 3/4 പാസ്റ്റ്, ക്വാർട്ടർ ടു. അത്രയും കാര്യങ്ങൾ ഓക്കെയാണോ? അപ്പോൾ നിങ്ങളോട് ഈ പറയുന്ന ഹാഫ് പാസ്റ്റ് 5 അത് വരയ്ക്കാനായിട്ട് പറയാം. ഓക്കെ, അല്ലെങ്കിൽ 3/4 പാസ്റ്റ് 5 വരയ്ക്കാനൊക്കെ ആയിട്ട് പറയാം, അല്ലെങ്കിൽ പേര് എഴുതാനായിട്ടും വരാം. അപ്പോൾ പഠിച്ചു വെക്കണേ. ഇനിയിപ്പോൾ നമ്മുടെ എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ നോക്കിക്കേ, നമ്മളോട് പറഞ്ഞേക്കുവാണേ, അതായത് ഡ്രോ ക്ലോക്ക്സ് ഷോയിങ് ദ ടൈംസ് ബിലോ. ഇവിടെ നോക്കിക്കേ, 2:15. നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ക്ലോക്ക് വരച്ചിട്ട് 2:15 അടയാളപ്പെടുത്താനാണ് പറഞ്ഞേക്കുന്നത്. 2:15 എന്ന് പറയുമ്പോൾ 2:15 എന്താണ്? വലിയ സൂചി എവിടെയാണ് വരണ്ടേ? 3യുടെ നേരെ. ഓക്കെ, 2:15 എന്ന് പറയുമ്പോൾ 3യുടെ നേരെ. 2 എന്ന് പറയുമ്പോൾ ചെറിയ സൂചി എവിടെയാണ് വരണ്ടേ? 2ൻ്റെ നേരെ. ഓക്കെ, അതായത് 2:15. ഓക്കെ ആണോ? The minute hand is on 3 and the hour hand a little after 2. ഓക്കെ ആണോ? അപ്പോൾ ക്ലോക്ക് വരയ്ക്കാൻ പ്രശ്നമൊന്നുമില്ലല്ലോ. ക്ലോക്ക് വരയ്ക്കാനായിട്ട് 12 മണി, 3 മണി, 6 മണി, 9 മണി. 1, 2, 4, 5, 7, 8, 10, 11. അപ്പോൾ ചെറിയ സൂചി എവിടെയാണ്? 2ലോ അല്ലെങ്കിൽ 2 കഴിഞ്ഞിട്ടോ വരയ്ക്കാവേ ചെറിയ സൂചി. ഇത് വലിയ സൂചി എവിടെയാണ് വരണ്ടേ? 3ൻ്റെ നേരെ വരയ്ക്കാം. ഓക്കെ, ഇങ്ങനെ വേണം വരയ്ക്കാനായിട്ട്. ഇനി അങ്ങനെയാണെങ്കിൽ 9:45 എന്തായിരിക്കും? 9:45 എന്താണ്? എസ്. അതായത് വലിയ സൂചി എവിടെ വരണം? വലിയ സൂചി നമ്മുടെ 9ൻ്റെ നേരെ വരണം. അപ്പോഴല്ലേ പറയുന്നത് എ 3:45. അപ്പോൾ ചെറിയ സൂചി എവിടെ വരണം? ചെറിയ സൂചി 9ൻ്റെ നേരെ. ഓക്കെ ആണോ? ഇനി ഹാഫ് പാസ്റ്റ് 11, ഹാഫ് പാസ്റ്റ്. അപ്പോൾ വലിയ സൂചി എവിടെയാണ് വരണ്ടേ? 6ൻ്റെ നേരെ. ചെറിയ സൂചിയോ 11ൻ്റെ നേരെ. അപ്പോൾ സമയം എന്തായി? 11:30. ഓക്കെ ആണോ? ഇതാണ് നമ്മുടെ ഫസ്റ്റ് എക്സസൈസ്. ഇതുപോലത്തെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇവിടെ നോക്കിക്കേ, കംപ്ലീറ്റ് ദ ടേബിൾ. അപ്പോൾ നമുക്ക് തന്നേക്കുന്നത് 120 മിനിറ്റ്സ് എന്ന് പറയുന്നത് എത്ര മണിക്കൂറാണ്? 2 മണിക്കൂറാണെന്നാണ് തന്നേക്കുന്നത്. നമുക്കറിയാം 1 മണിക്കൂർ എന്ന് പറയുന്നത് എത്ര മിനിറ്റ്സ് ആണ്? 60 മിനിറ്റ്സ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2 അവർ എന്ന് പറയുന്നത് എന്താണ്? 60 + 60 = 120 മിനിറ്റ്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിലേ 150 മിനിറ്റ്സ് എന്ന് പറയുന്നത് എത്ര ഹവറാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, 150 മിനിറ്റ്സ് എന്ന് പറയുന്നത് എത്ര മണിക്കൂറാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഈ 150യിൽ നിന്ന് ജസ്റ്റ് 120 കുറയ്ക്കുക. ഓക്കെ, 120 കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? 030. ഓക്കെ, അതായത് 120 എന്ന് പറയുന്നത് എന്താണ്? 2 മണിക്കൂറാണ്. ബാലൻസ് എന്തോരം ഉണ്ട്? 30 മിനിറ്റ്സും കൂടി ഉണ്ട്. അതായത് 2 hours 30 മിനിറ്റ്സ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, 210 മിനിറ്റ്സ് എന്ന് പറയുന്നത് എത്ര മണിക്കൂറാണെന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 210ൽ നിന്ന് 120 കുറയ്ക്കുക. അപ്പോൾ 0. 11ൽ നിന്ന് 2 പോയാൽ എത്ര കിട്ടുക? 11ൽ നിന്ന് 2 പോകുമ്പോൾ 90. ഓക്കെ, അപ്പോൾ ഇവിടെ 120 എന്ന് പറയുന്നത് എന്താണ്? 2 മണിക്കൂറാണ്. പിന്നെ 90 മിനിറ്റ്സ്. ആ 90 മിനിറ്റ്സിലൊരു 60 മിനിറ്റ്സ് എന്താണ്? 1 മണിക്കൂറല്ലേ. അപ്പോൾ അവനെയും കൂടി കൂട്ടുക, 1 അവർ. ബാലൻസ് എന്തോരം ഉണ്ട്? 30 കൂടി ഉണ്ടല്ലേ. അപ്പോൾ 3 hours 30 മിനിറ്റ്സ്. അതായത് എത്ര മണിക്കൂറുണ്ട്? 3.5 മണിക്കൂറുണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 3 മിനിറ്റ്സ് എന്ന് പറയുന്നത് എത്ര സെക്കൻഡ്സ് ആണ്? 1 മിനിറ്റ് എന്ന് പറയുന്നത് എത്ര സെക്കൻഡ്സ് ആണ്? 60
സെക്കൻഡ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ 3 മിനിറ്റ് എന്ന് പറയുന്നത് എന്തോരമാണ്? 60 ഇൻറ്റു 3. ഓക്കെ, അതായത് എന്താണ്? 60 ഇൻറ്റു 3. 3 ഇൻറ്റു 0 0, 3 ഇൻറ്റു 6 18, 180 സെക്കൻഡ്സ് ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്ന 1/4 hours 45 minutes എന്ന് പറയുന്നത് എത്ര അവർ ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. 1/4 hours എന്ന് പറയുന്നത് എത്ര മിനിറ്റാണ്? 1/4 മണിക്കൂർ എന്ന് പറയുന്നത് 15 മിനിറ്റ് ആണ്. 15 മിനിറ്റ് പ്ലസ് 45 മിനിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 15 പ്ലസ് 45 എത്രയാണ്? 60 മിനിറ്റ്സ്, അതായത് 1 മണിക്കൂർ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 5 hours 59 minutes and 69 seconds എത്ര മണിക്കൂറാണ്? 69 സെക്കൻഡ്സ് എന്ന് പറയുന്നത് എത്ര മിനിറ്റാണ്? 1 മിനിറ്റ്. 59 മിനിറ്റ്സും 1 മിനിറ്റും കൂടിയ 60 മിനിറ്റ് ആവും. ഓക്കെ, 60 മിനിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 1 അവർ അല്ലേ? അപ്പോൾ 5 അവർ പ്ലസ് 1 അവർ എത്രയാണ്? 6 മണിക്കൂറാണ്. ഓക്കെ ആണോ? ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇവിടെ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം കേട്ടോ. നിങ്ങളുടെ പേജ് നമ്പർ 73 തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ സ്കൂൾ സ്റ്റാർട്ട്സ് അറ്റ് 10 in the morning and continues to 4 in the afternoon. അപ്പോൾ മോർണിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? AM ആണോ PM ആണോ? AM. ഇനി ഈവനിങ് അല്ലെങ്കിൽ ആഫ്റ്റർനൂൺ എന്ന് പറയുമ്പോൾ AM ആണോ PM ആണോ? PM. ഓക്കെ, there are intervals from 11:30 to 11:30 വരെയാണ് ഇൻ്റർവെൽ ഇൻ ദ മോർണിംഗ്. ഓക്കെ, പിന്നെ 12:50 to 1:45 ഇൻ ദ ആഫ്റ്റർനൂൺ വേറൊരു ബ്രേക്ക് വരുന്നത്. പിന്നെ 3:10 to 3:20 ഇൻ ദ ഈവനിങ്ങിലും ഒരു ബ്രേക്ക് വരുന്നുണ്ട്. ഹൗ മച്ച് ടൈം ഡു സ്റ്റുഡൻറ്റ്സ് ഗെറ്റ് ഫോർ ദയർ സ്റ്റഡീസ്? അപ്പോൾ 10 AM മുതൽ 4 PM വരെയാണല്ലേ ക്ലാസ്. അപ്പോൾ 10 മണി മുതൽ 4 മണി വരെ എത്ര മണിക്കൂറുണ്ട്? 10 മണി മുതൽ 4 മണി വരെ 6 മണിക്കൂറാണ് ഉള്ളത്. എന്ത് ചെയ്താൽ മതി? 10ന്ന് 4 കുറച്ചാൽ മതി. ഓക്കെ, 10ന്ന് 4 കുറയ്ക്കുമ്പോൾ എത്രയാണ് കിട്ടുക? 6 മണിക്കൂറാണ് ഉള്ളത്. ഓക്കെ ആണോ? ഇനി ഈ 6 മണിക്കൂറിൽ നിന്ന് എത്ര നേരം കുട്ടി പഠിക്കാനിരുന്നു എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഈ ബ്രേക്ക് കൂട്ടാൻ പറ്റുമോ? ഉണ്ടോ? ഇല്ല. ബ്രേക്ക് എന്ന് പറയുന്നത് കളിക്കുന്ന ടൈമല്ല. അപ്പോൾ 11:20 to 11:30 വരെ എത്ര സമയമുള്ളത്? 10 മിനിറ്റ്. ഇനി 12:50 മുതൽ 1:45 വരെ എത്ര മിനിറ്റ് ഉണ്ട്? 55 മിനിറ്റ്സ്. അപ്പോൾ സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ക്ലോക്ക് വരച്ചിട്ട് നോക്കണം. ഓക്കെ, ഇനി 3:10 മുതൽ 3:20 വരെ എത്ര മിനിറ്റ് ഉണ്ട്? 10 മിനിറ്റ്. അപ്പോൾ എല്ലാം കൂടി ജസ്റ്റ് ആഡ് ചെയ്താൽ പോരെ? 10 + 55 + 10 എന്ന് പറയുന്നത് എന്താണ്? 75 മിനിറ്റ്സ്. അപ്പോൾ ഈ 75 മിനിറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? 75ൽ നിന്ന് 60 കുറച്ച് നോക്കിക്കേ. അപ്പോൾ 5 1. അപ്പോൾ 60 മിനിറ്റ്സ് ഉണ്ട് പ്ലസ് 15 മിനിറ്റ്സ്. 60 മിനിറ്റ്സ് എന്ന് വെച്ചാൽ എന്താ? 1 അവറും 15 മിനിറ്റ്സും. അപ്പോൾ ടോട്ടൽ സ്റ്റഡി ടൈം കാണാനായിട്ട് 6 അവറിൽ നിന്ന് 1 അവർ 15 മിനിറ്റ് കുറയ്ക്കുക. അപ്പോൾ എന്ത് കിട്ടും? അപ്പോൾ 6 അവറിൽ നിന്ന് 1 അവർ പോകുമ്പോൾ എത്രയാണ്? 5 അവർ. ഇനി ആ 5 അവറിൽ നിന്ന് 15 മിനിറ്റ് പോകുമ്പോൾ എത്ര ബാക്കി വരിക? 4 മണിക്കൂറും 45 മിനിറ്റ്സ്. അപ്പോൾ അത്രയും സമയം എന്താണ് പഠിക്കാനായിട്ട് ഇരിക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. AMൻ്റെ ഫുൾ ഫോം അറിയോ? യെസ്, AMൻ്റെ ഫുൾ ഫോം ആൻറ്റി മെറീഡിയൻ. PMൻ്റെയോ? പോസ്റ്റ് മെറീഡിയൻ. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ.
ഓക്കെ, അപ്പോൾ 8 AM എന്ന് വെച്ചാൽ എന്താ? 8 AM എന്ന് വെച്ചാൽ 8 ഇൻ ദി മോർണിംഗ്. അങ്ങനെയാണെങ്കിൽ 3 PM എന്ന് വെച്ചാൽ എന്താ? 3 ഇൻ ദി ആഫ്റ്റർനൂൺ. 10 AM എന്ന് വെച്ചാലോ? 10 ഇൻ ദി മോർണിംഗ്. 5 PM എന്ന് വെച്ചാൽ 5 ഇൻ ദി ഈവനിങ്. വെരി ഗുഡ്. ഇനി 12 മിഡ് നൈറ്റ് മുതൽ 12 noon വരെ AM ആണോ PM ആണോ? രാത്രി 12 മണി മുതൽ ഉച്ച 12 മണി വരെ എന്താണ്? AM. ഓക്കെ, ഉച്ച 12 മണി മുതൽ രാത്രി 12 മണി വരെ എന്തായിരിക്കും? PM. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങൾ പറയണം കേട്ടോ. 7 ഇൻ ദ മോർണിംഗ് അപ്പോൾ എന്താണ്? 7 AM. 7 ഇൻ ദ ഈവനിങ് അപ്പോൾ എന്താ? 7 PM. ഓക്കെ, 9 ഇൻ ദ നൈറ്റ് എന്ന് പറയുമ്പോൾ എന്താ വരിക? 9 PM. ഓക്കെ, 5 ഇൻ ദ ഈവനിങ് എന്ന് പറയുമ്പോൾ 5 PM. 11:30 ഇൻ ദ മോർണിംഗ് എന്ന് പറയുമ്പോഴോ? 11:30 AM. ഇനി 6 PM എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതണ്ടേ? 6 ഇൻ ദി ഈവനിങ്. 4 AM എന്ന് നമ്മൾ എങ്ങനെ എഴുതണ്ടേ? 4 ഇൻ ദി മോർണിംഗ്. AM അല്ലേ? അപ്പോൾ 4 ഇൻ ദി മോർണിംഗ്. 11:30 PM എന്ന് എങ്ങനെ എഴുതണ്ടേ? 11:30 ഇൻ ദി നൈറ്റ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ടേബിൾ തന്നിട്ട് നിങ്ങളോട് ഫില്ല് ചെയ്യാനായിട്ട് ചോദിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാവേ, ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. എ പേഴ്സൺ സ്റ്റാർട്ടഡ് ഫ്രം തിരുവനന്തപുരം അറ്റ് 8 AM. 8 AMന് എന്താണ്? നമ്മുടെ ഈ പറയുന്ന വ്യക്തി തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തുടങ്ങി കേട്ടോ. ഓൺ January 7th. എന്നാണ്? January 7th. ആൻഡ് റീച്ച്ഡ് ഹൈദരാബാദ് അറ്റ് 3 PM. 3 മണി PM-നാണ് ജനുവരി 8 എത്തിയത്. എത്ര മണിക്കൂറുള്ള യാത്രയായിരുന്നു? 8 AM മുതൽ ജനുവരി 7 8 AM മുതൽ ജനുവരി 8 8 AM വരെ എത്ര മണിക്കൂറുണ്ടാവും? 8 AM വരെ, ജനുവരി 8 വരെ. യെസ്, 24 മണിക്കൂറുണ്ടല്ലേ. അപ്പോൾ ഇനി 8 AM മുതൽ 3 AM വരെ, പിന്നീടുള്ള 8 AM മുതൽ 3 AM വരെ എത്ര മണിക്കൂറുണ്ട്? അപ്പോൾ അതറിയാനായിട്ട് 8 മണി മുതൽ 3 മണി വരെയല്ലേ. അപ്പോൾ നിങ്ങളിങ്ങനെ വരച്ച് നോക്കണം. 9 മണി, 10 മണി, 11 മണി, 12 മണി, 1 മണി, 2 മണി, 3 മണി. എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7. അപ്പോൾ 24 അവർ പ്ലസ് 7 അവർ. 24 അവർ പ്ലസ് 7 അവർ എന്ന് പറയുന്നത് 24 + 7 31 ഹവറാണ്. ഓക്കെ ആണോ? അപ്പോൾ ഇതുപോലെ നിങ്ങൾ വരച്ച് നോക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെയാണെങ്കിലും 10 മണി മുതൽ 4 മണി വരെ എങ്ങനെയെന്നുണ്ട്? 11 12 1 മണി 2 മണി 3 മണി 4 മണി. എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6. അപ്പോൾ നമ്മുടെ തെറ്റൂല കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻ ഓഫീസ് വർക്ക്സ് ഫ്രം 9 AM to 5 PM. ഓക്കെ, അപ്പോൾ 9 AM മുതൽ 5 PM വരെ എത്ര മണിക്കൂറുണ്ട് നമുക്ക് നോക്കാം. 10 11 12 1 മണി 2 മണി 3 മണി 4 മണി 5 മണി. എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 8. 8 മണിക്കൂറുണ്ട്. ഓക്കെ, വൺ ഓഫ് ദ എംപ്ലോയീസ് വെൻറ്റ് ഔട്ട് ഫ്രം 11 AM to 1:30 PM. 11 AM to 1:30 PM വരെ എത്ര സമയമുണ്ട്? 12 1 മണി പിന്നെ ഒരു 30 മിനിറ്റ്സും കൂടി, അതായത് 2.5 മണിക്കൂറുണ്ടല്ലേ. ഹൗ ലോങ് വാസ് ദ പേഴ്സൺ ഇൻ ദ ഓഫീസ്? എത്ര മണിക്കൂർ ആ പേഴ്സൺ ഓഫീസിൽ ഇരുന്നു? എന്ത് ചെയ്താൽ മതി? ഈ 8 അവറിൽ നിന്ന് എന്ത് കുറയ്ക്കണം? 2.5 അവർ കുറയ്ക്കണം അല്ലേ. അപ്പോൾ 8 അവറിൽ നിന്ന് 2 അവർ പോകുമ്പോൾ എത്ര അവർ കിട്ടും? 6 അവർ. അതിൽ നിന്നൊരു അരമണിക്കൂർ കളയുമ്പോൾ ബാലൻസ് എന്തുണ്ട്? 5.5 മണിക്കൂർ. ഓക്കെ ആണോ?
ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു കാര്യമാണ് 24 ക്ലോക്ക്. നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ എന്താണ് 24 മണിക്കൂറുള്ള ക്ലോക്കാണ്. ഓക്കെ, നമ്മുടെ വീടുകളിലേക്കോ 12 മണിക്കൂറുള്ള ക്ലോക്കാണല്ലേ. അപ്പോൾ ഈ 24 ക്ലോക്കിൽ 23:30 എന്ന് പറയുന്നത് 12 ക്ലോക്കിൽ എന്തോരമാണെന്ന് അറിയാനായിട്ടേ നിങ്ങൾ 23:30 നിന്ന് എന്ത് കുറച്ചാൽ മതി? 12 കുറച്ചാൽ മതി. 12 കുറയ്ക്കണം. അപ്പം എന്ത് കിട്ടും? 11:30. നമ്മൾ 12 കുറച്ചില്ലേ? കുറച്ചപ്പോൾ ഇവിടെ PM വരും. ഓക്കെ, കുറയ്ക്കുവാണെങ്കിൽ PM. ഇനി 8 മണി 24 ക്ലോക്കിൽ 8. അപ്പോൾ നമ്മുടെ 12 ക്ലോക്കിൽ എന്ത് തന്നെയായിരിക്കും? 8 തന്നെ. നമ്മൾ എന്തെങ്കിലും കുറച്ചോ? ഇല്ല, കുറയ്ക്കാത്തതുകൊണ്ട് ഇവിടെ എന്ത് വരും? AM. ഓക്കെ ആണോ? ഇനി 1:30 PM. 24 ക്ലോക്കിൻ്റെ സമയം കിട്ടാൻ എന്ത് ചെയ്യണം? ഇവിടെ കിട്ടാനായിട്ട് നമ്മൾ പ്ലസ് ചെയ്യണം. 1:30 + 12. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? 13:30. ഓക്കെ ആണോ? 12 ക്ലോക്കിലെ സമയം കിട്ടാൻ മൈനസ് ചെയ്യണം. 24 ക്ലോക്കിലെ സമയം കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇനി 16:25 എന്ന് പറയുന്നത് എത്രയാണ്? എന്ത് ചെയ്താൽ മതി? ഇതിൽ നിന്ന് 12 കുറയ്ക്കുക. അപ്പോൾ എന്ത് കിട്ടും? 4:25. കുറച്ച സ്ഥിതിക്ക് നമ്മൾ എന്ത് എഴുതണം? കുറയ്ക്കുമ്പോൾ നമ്മൾ PM എന്ന് എഴുതണം. ഓക്കെ, ഇനി 10 AM എന്ന് പറയുന്നത് എന്താണ്? 10 AM തന്നെയാണല്ലേ. ഓക്കെ, കാരണം 10 മണി നമ്മുടെ 24 ക്ലോക്കിലും 10 തന്നെയായിരിക്കും. ഓക്കെ, ഇനി 12 മണി എന്ന് പറയുന്നത് നമ്മുടെ 12 ക്ലോക്കിൽ 12 PM ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ 12 AM എന്ന് പറയുന്നത് നമ്മുടെ 24 ക്ലോക്കിൽ ഇങ്ങനെയായിരിക്കും കാണിക്കുക. അപ്പോൾ ഇത് രണ്ടും മനസ്സിലാക്കി വയ്ക്കണം കേട്ടോ. 12 PM എന്ന് പറയുന്നത് 12 ക്ലോക്കിൽ എന്താണ്? 12. ഓക്കെ ആണോ? ഇനി 12 AM എന്ന് പറയുന്നത് 24 ക്ലോക്കിൽ എന്താണ്? ഇങ്ങനെയാണ് കാണിക്കുന്നത്. അതായത് രാത്രി 12 മണി ആയെന്നാണ് അർത്ഥം. ഓക്കെ ആണോ? ഇനി കുറച്ച് കാര്യങ്ങളോടുകൂടി നമ്മുടെ ചാപ്റ്റർ തീരുവാണേ. അതായത് ഒരു വർഷം എത്ര ഡേയ്സ് ഉണ്ട്? 365 ഡേയ്സ് ഉണ്ട്. അതായത് 52 വീക്സും ഒരു ഡേയും. പക്ഷേ ലീപ്പ് ഇയർ, അതായത് എന്താണ്? ലീപ്പ് ഇയറിൽ അതായത് 4 വർഷം കൂടുമ്പോൾ എത്ര ഡേയ്സ് ആകും? 366 ഡേയ്സ് ആകും. ഓക്കെ, 366 ഡേയ്സ് ആകുമ്പോൾ എത്ര വീക്സ് കാണും? 52 വീക്സും 2 ഡേയ്സും ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, ഇനി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കാം. പിന്നെ ഒരു കാര്യം, ഇപ്പോൾ നമുക്ക് ഒരു കലണ്ടർ തന്നേക്കണം. ഓക്കെ, ഇത് 2023 കലണ്ടറാണ്. ജനുവരിയിലെയും ഡിസംബറിലെയും. ഈ 2023 ജനുവരിയുടെ കലണ്ടർ, 2023 ഡിസംബറിലെ കലണ്ടർ. ഇത് ലീപ്പ് ഇയർ ആണെന്ന് അറിയാനായിട്ട് ഒരു വഴിയുണ്ട്. ഈ ജനുവരി 1 എന്നാന്ന് നോക്കിക്കേ, ഞായറാഴ്ചയാലേ. ഡിസംബർ അവസാനിക്കുന്ന തീയതി ഏതാ? 30 അല്ലേ. 30 എന്ന് പറയുന്നത് ഞായറാഴ്ചയാണോ? അല്ല, ശനിയാഴ്ചയാലേ. അപ്പോൾ എന്താണ്? 2023 എന്ന് പറയുന്നത് 30 അല്ലല്ലോ, 31 തീരുന്നത്. 31 തീരുന്നത് എന്താണ്? ഞായറാഴ്ച. അതും ഞായറാഴ്ച. ഒരു വർഷം തുടങ്ങുന്നതും ആ വർഷം അവസാനിക്കുന്നതും സെയിം ദിവസമാണെങ്കിൽ അതെന്താണ്? നോട്ട് എ ലീപ്പ് ഇയർ. ആ വർഷം ലീപ്പ് ഇയർ അല്ല, നോട്ട് എ ലീപ്പ് ഇയർ. ഇനി 2024 നമുക്കൊന്ന് നോക്കാം. 2024 തുടങ്ങുന്ന ദിവസം എന്നാ? തിങ്കളാഴ്ചയാണ്.
2024 അവസാനിക്കുന്ന ദിവസം ചൊവ്വാഴ്ച. രണ്ടും വേറെ വേറെ ദിവസങ്ങളാണ്. അപ്പോൾ അതെന്താണ്? അതൊരു ലീപ്പ് ഇയർ ആണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ കലണ്ടർ തന്നിട്ട് ലീപ്പ് ഇയർ ആണോ എന്ന് ചോദിക്കും. അപ്പോൾ എങ്ങനെയാണ് നോക്കേണ്ടതെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്റർ തീർന്നു. നമുക്ക് നെക്സ്റ്റ് ദിവസം പുതിയ ചാപ്റ്ററായിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.